എങ്കിലും ആ 4 സെന്റ് വീടും അതിനോടുകൂടി ചേർന്നിട്ടാണ് ആട്ടുംകൂടി. ആട് മറ്റേ എന്റെ ഭാര്യ വീട്ടില് ആടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരാട് കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾ വളർത്തി നോക്കി കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, വലിയ മെച്ചവും നല്ല മെച്ചമുണ്ട്, നഷ്ടത്തിലല്ല പോക്ക്, ലാഭത്തിലാണെന്ന് എനിക്ക് തന്നെ തോന്നി. വെറും 4 സെന്റിൽ ഒരു വീടും 70 ആടുകളും. ഈ 70 ആടുകളെ വളർത്തി ഒരു ചേട്ടൻ ചേച്ചി വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ 70 ആടുകളെ വളർത്താൻ വേണ്ടിയിട്ട് വലിയ ചിലവൊന്നുമില്ല, അതിനും പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ഈ 70 ആടുകളെ കൊണ്ട് ഈ 4 സെന്റിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ വിടിക്കുക. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? എന്റെ പേര് കണ്ണനാണ്. നമ്മുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് പറയാട്ടോ. സ്ഥലം ഇവിടെ ആലത്തൂര് ഭാഗം, ആലത്തൂർ ഭാഗത്ത് നെല്ലിയാങ്കുന്ന് ബസ് സ്റ്റോപ്പ്. അവിടെ എത്ര നാളായിട്ട് ഈ ആട് വളർത്തലുണ്ട്? ഇവിടെ 17-18 വർഷമായി ഞാൻ ഇത് തുടങ്ങിയിട്ട്. 17-18 വർഷമായി. 18 വർഷത്തോളമായി. ഇപ്പൊ നിലവിലുള്ളത് ഒരു 30 ആടുണ്ട്. അതിന് മുമ്പ് ഞാനൊരു 18 ആടിനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് 18 ആടിനെ കൊടുത്തു. പിന്നെ അതിന് മുമ്പ് കുറെ ആടുകളൊക്കെ ആകുമ്പോൾ 4, 5, 6 അങ്ങനെയൊക്കെ ഒരാൾക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു പോകാറുണ്ട്. ഇപ്പൊ ഒരു 10-60 ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. 60 മേലെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇതിൽ കൊടുക്കാൻ ഇപ്പൊ ഇതിലൊന്നുമില്ല. ഇനി കുറച്ചും കൂടി ഞാൻ ആട് വേറെ ഇറക്കുന്നുണ്ട്. ഇതില് 2 ഐറ്റങ്ങളുണ്ട്. ഒന്ന് മലബാറി ഉണ്ട്, പിന്നെ നാടൻ ആട്. മലബാറിയാണ് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ആടിനെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പിന്നെ നാടൻ ആട്. നാടൻ ആടുകൾക്ക് കൂടുതൽ അസുഖങ്ങളൊന്നും ബാധിക്കില്ല. മറ്റുള്ള സൈസ് ആടുകൾക്കാണ് കൂടുതൽ അസുഖം ഇതൊക്കെ വാങ്ങുക. ഇപ്പൊ ജമുന പേരി വേണ്ട ഒരു ആടുണ്ട്, അതിനൊക്കെ പെട്ടെന്ന് അസുഖങ്ങളും വരുന്ന കേസാണ്. ഇവർക്ക് കറവല്ലോ? കറവ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. കറവുള്ളത് ഇപ്പൊ കുട്ടികൾ കുടിച്ചു പോകുന്നതാണ്. അത് ആ ആടൊക്കെ കറവുള്ളതാണ്. അതിനൊക്കെ പ്രസവിച്ച് കുട്ടികൾ പാല് കുടിക്കുന്നതാണ്. ജമുന പേരിന്റെ ഒരു ആട്, അതും കറവുള്ളതാണ്. അതായത് അതും കുട്ടികൾക്കുള്ള പാലേ ഉള്ളൂ. പിന്നെ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ മുട്ടന്മാരെ വാങ്ങാണ്? ഇല്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും കൊണ്ടുപോക്കുന്നില്ല. ഇല്ലല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. മുട്ടന്മാരെയാണോ കൊടുക്കണത് അതോ? മുട്ടന്മാരെ കൊടുക്കുക. പെട്ടകളിൽ അങ്ങനെ ഞങ്ങൾ വിൽക്കാറില്ല. ഇതൊക്കെ ഒരു 5-6 4 ആയിക്കഴിഞ്ഞ് ഞങ്ങള് ഇത് കൊടുക്കും, മുട്ടന്മാരെ കൊടുക്കും. ആ കാനോടത്തേക്ക് ഒന്ന് പോയാൽ പോവാം. അവിടെ കുറച്ച് ആടുകൾ കൂടുതൽ മേഞ്ഞ അടുപ്പുണ്ടല്ലേ? ചേട്ടൻ ശരിക്കും എന്താ ജോലി? എന്റെ പേര് തൃശ്ശൂർ ഹോട്ടലിലാണ്. എവിടെ? തൃശ്ശൂർ ഹോട്ടലിലാണ്. ഹോട്ടലിലാണ് ഞാൻ ചായ മത്സരമാണ് അവിടെ. ഇവിടെ ആടിനെയൊക്കെ നോക്കാറ്. ഞാൻ വരുന്ന സമയത്ത് ആടുകളെ നോക്കും. അവൾക്ക് 2 ദിവസം 3 ദിവസം റെസ്റ്റ് കൊടുക്കും. ബാക്കി ഞാൻ നോക്കും. പിന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും. ഇത് ഹൈവിന്റെ ഓരോണ് ഫുള്ളായിട്ട്. ഇവിടെയൊക്കെ പറമ്പ് ഇങ്ങനെ വെറുതെ ഇപ്പൊ പുല്ലൊക്കെ പൊത്തിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഈ സമയത്തൊക്കെ ആട്ടിനെ ഇവിടെ കൊണ്ടാക്കാം. എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ മേക്കാൻ പറ്റില്ല. ഹൈവിന്റെ ഓരങ്ങളിലാണ് മേക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം പുല്ലുണ്ട്. ഇപ്പൊ പിണ്ണാക്ക്, തവിട്, മറ്റേ വീട്ടില് വെക്കുന്ന ഭക്ഷണങ്ങള്, കഞ്ഞി ഇതെല്ലാം കൂടിയിട്ട് കലർന്നിട്ട് അതിനാണ് കൊടുക്കണം അല്ലേ? ആട് വളർത്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലാഭകരമാണ്. ലാഭം ആടിനെ കൊണ്ടേ ലാഭമുള്ളൂ. ലാഭം ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഹോട്ടൽ ജോലിക്കാരനെ കൊണ്ട് ഒരാളുടെ വരുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുടുംബം പോറ്റാൻ പറ്റില്ല. ഈ ആട് കൃഷി നമ്മൾ ചെയ്ത തൊട്ടിട്ട് വലിയ മെച്ചം കാണുന്നുണ്ട്. നട്ടത്തിലേക്ക് പോക്കില്ല. സ്ഥലം കുറഞ്ഞിട്ടും എങ്ങനെയാ ആടിനെ വളർത്തണമെന്ന് പറയാമോ? ആടിനെ വളർത്തുന്ന ആട് നിൽക്കുന്ന നമ്മുടെ സ്ഥലം ഞാൻ നിൽക്കുന്നിടത്ത് ആകെ 4 സെന്റ് വീടും അതിൽ തന്നെയാണ് ആട്ടും കൂട്ടും. അതിൽ തന്നെയാണ്. അതിൽ വെച്ചിട്ട് ഷെഡ് കെട്ടിയിട്ട് 10, 60, 70 ആടിനെ മറ്റേ ആ കൂട്ടി തന്നെ ആക്കിയിട്ട് പിന്നെ നേരെ വിടുന്നത് ഹൈവേന്റെ ഓർത്തിക്കാണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം ഹൈവേന്റെ ഓർത്തുകൂടെ മേച്ച് അതുവരേക്കും കൊണ്ടുപോകും. ഈ കാണുന്ന ആടിനെ കറവുള്ളതാണ്? കറവുള്ളതാണ്. കുട്ടി കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. മിച്ചം പാലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടാവശ്യത്തിന് എടുക്കാറുണ്ട്. ഞങ്ങൾ കുടിക്കും, തൈരാക്കും. പിന്നെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കും. അങ്ങനെയാണ്. കുട്ടികൾക്ക് കൊടുത്ത് മിച്ചമുള്ള പാലൊക്കെ ഞങ്ങൾ കുടിക്കും. അല്ലാതെ വിൽപ്പനയില്ല. ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, വിൽക്കാനുള്ള പാല് ഇതിലില്ല. ഈ ഹൈവേയുടെ അടുത്തേക്ക് വിടുന്നുണ്ടാക്കി കാല് കെട്ടിട്ട് വിടുന്നു അല്ലെ? ഇതിന്റെ കെട്ടാറില്ല. പക്ഷെ മറ്റേ അവളിപ്പോ ഒറ്റയ്ക്കല്ലുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഓടാതിരിക്കാൻ വേണ്ടി കെട്ടിവിടുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഓടാതിരിക്കാൻ. ഞാനൊക്കെ ഒറ്റയ്ക്ക് മേക്കുകയാണെങ്കിൽ കെട്ടാറില്ല. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവാൻ കാരണം എന്താ? ഈ ആടിനെ വളർത്താം എന്നൊരു ഐഡിയ ഉണ്ടാവാൻ കാരണം എന്താ? ആട് മറ്റേ എന്റെ ഭാര്യ വീട്ടില് ആടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരാട് കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾ വളർത്തി നോക്കി കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, വലിയ മെച്ചവും നല്ല മെച്ചമുണ്ട്, നഷ്ടത്തിലല്ല പോക്ക്, ലാഭത്തിലാണെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പൊ നമ്മള് മറ്റേ ഒരാളുടെ വരുമാനം കൊണ്ട് എന്തായാലും എത്തില്ലല്ലോ, ഭാര്യ എവിടെയും പോണില്ലല്ലോ. അപ്പൊ അവൾക്കൊരു കൈത്തൊഴിലായി,
എന്നിട്ട് ആടിനെ വാങ്ങിച്ചു കൊടുക്കും. സ്റ്റാർട്ടിങ് ഇപ്പൊ എത്ര എണ്ണത്തിലായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണത്തിലായിരുന്നു, ഒരു കൊറ്റനും ഒരു പട്ടയും. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പിന്നെ അതിങ്ങനെ 60-70 വരയ്ക്ക് ഞങ്ങൾക്ക് ആടുകൾ ഉണ്ടാകാറുണ്ട്. ആ കാണുന്ന മുട്ടനാണ്. അത് നാടനാണോ അതോ? നാടനാണ്. അതല്ലേ, കുറച്ച് ആയല്ലേ? ആയി. അത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിന്റെ മക്കൾക്ക് എനിക്ക് ഓരോ ഭാഗത്ത് അങ്ങനല്ലേ, ഡെയിലി ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഈ ആട്ടിന്. ഈ കാണുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അല്ല, ഇത് വേറൊരാളുടെ സ്ഥലമാണത്. ഇവിടെ എന്തെങ്കിലും ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും ആട്ടിന് വെക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങള് ഹൈവേന്റെ ഓരത്ത് തന്നെ, പിന്നെ പാലക്കാട് ആയതുകൊണ്ട് ആ ഒരു പച്ചപ്പിൽ ഇങ്ങനെ വളർന്നു പോകും അല്ലേ? ഹൈവേന്റെ ഓരോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തൂടെ മേച്ച് പോയാലും. പിന്നെ ഇപ്പൊ ഞാൻ ഈ ആട് നിർത്തുന്ന പരിപാടി ഇല്ല. ഞാൻ എന്റെ ജീവിതകാലം മുഴുക്കനും ഞാൻ ഈ ആട് കൊണ്ട് തന്നെ നടക്കുള്ളൂ. ഞങ്ങൾക്ക് അതിനുള്ള 10 രൂപ ലാഭം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ലാഭമാണ് എന്ന് പറയാൻ കാരണം ഉണ്ടാവും. ലാഭം എന്ന് വെച്ചാല് നമുക്കിപ്പോ തീറ്റ വളരെ കുറവ് മതി ആടുകൾക്ക്. പശുവിനാകുമ്പോ നല്ല തീറ്റകൾ വേണം. 3 നേരം നല്ല പോലെ പിണ്ണാക്ക്, തവിട് ഇതൊക്കെ കൊടുക്കണം. ഒരാള് പുല്ലരിഞ്ഞുകൊണ്ട് കൊടുക്കണം. പിന്നെ മറ്റേ ഇരുന്ന് കറക്കണം. 2 നേരം കറക്കുമ്പോ നമ്മുടെ ഇടുപ്പ് വേദന, കംപ്ലൈന്റ്, ആടിന് അത് വേണ്ട. ഞാന് മറ്റേ കുറച്ച് പിണ്ണാക്ക്, തവിട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ വീട്ടിൽ കഞ്ഞിയൊക്കെ ഉണ്ടാവും, എല്ലാം കൂടി കലർന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് അത് തിന്നോളൂ. പിന്നെ മിക്കവാറും പുല്ലുകളാണ് അവർക്ക് വേണ്ടത്. ഇഷ്ടംമാതിരി പുല്ലുകൾ, പുല്ലുകൾ, ഇങ്ങനെ വള്ളിച്ചെടികള്. അപ്പൊ അതിന്റെ ലാഭം ഇതിലിപ്പോ ചെലവ് കുറവാണ്. ആട്ടിന് തീറ്റയ്ക്കുള്ള ചെലവ് വളരെ തുച്ഛമുള്ളൂ. പിന്നെ ആട്ടിന് നമുക്ക് ലാഭം ഉണ്ടാവും. ആട്ടിന് ഓരോന്ന് കൊടുക്കുമ്പോ ലാഭം ഉണ്ടാവും. പശുവിന് പറയുമ്പോ തീറ്റ കൂടുതൽ വേണം. ഒരു വർഷത്തിൽ നമുക്ക് ഒരു 10 എണ്ണെങ്കിലും വിൽക്കാനുണ്ടാവാറുണ്ടോ? മേലെ കൊടുക്കാം. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആടേതാ? അത് ആടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? അത് ആട്ടിന്റെ ആ ചെവിയൊക്കെ നല്ല നീട്ടമുള്ള ആയതുകൊണ്ട്. കുട്ടിയാണിത്, അതിന്റെ കുട്ടിയാണ്. അതിനാരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാണുമ്പോ? അതിലാരും അതിനായി ആടിന് ജനങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഒരാടല്ലേ ഉള്ളൂ, മറ്റുള്ള ആടുകളല്ലേ കൂടുതൽ. കണ്ട ആൾക്കാർ ചോദിക്കും. ഇവിടെ നിപ്പുണ്ട് കേട്ടോ, കുട്ടികളായിട്ടും ഒക്കെ നിപ്പുണ്ട് ഇവിടെ. പിന്നെ ഈ കാടായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത നമ്മള്. അതെ, ഈ കണ്ട മുട്ടന് ഇടിക്കുവാൻ ഇല്ല, ഒന്നും ചെയ്യില്ല. ഇല്ല, ഇവിടെ വല്ല കുഴികളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടാ? ഇല്ല, കുഴികള് ഒന്നും അങ്ങനെ ഇല്ല. ആപത്ത് വരുന്ന മാതിരി കുഴികളൊന്നും ഇല്ല. കംപ്ലീറ്റ് നിരപ്പുള്ള സ്ഥലങ്ങളാണ്. ഇത് ചെറിയതായിട്ട് അല്ലേ, ചെറുതായിട്ട് മണ്ണ് ഈ ഇടയ്ക്ക് മണ്ണ് കൊണ്ട് കൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ അതിലെങ്ങനെയൊക്കെ കുന്നും മേടുമായിട്ട് വന്നതാണ്. ഈ പറഞ്ഞ 30 ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കൊടുക്കാത്ത? ഞങ്ങൾക്ക് അത് ഇതിനും വെച്ച് ഒരുപാട് ആടുകൾ കൂടുതലുണ്ട്. 30 പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ മാതിരിയാണ്. അങ്ങനെയല്ലേ? അതാണ് 30 പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഒന്നുമില്ല. 60-70 വരയ്ക്ക് ആടുണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. 30 പറയുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആട് മാത്രമേ ഉള്ളൂ. എത്രത്തോളം എത്തിക്കാനാ പ്ലാൻ ഉള്ളത്? ഇനി ഒരു 60-70 ആട് വരയ്ക്ക് എത്തിക്കാനുള്ള പ്ലാനാണ്. കൂടുതൽ മുട്ടന്മാരെ ഉണ്ടാവുള്ളൂ. പട്ടകളെ ഞങ്ങൾ കൊടുക്കില്ല. മുട്ടമരുന്ന് ഞാൻ മുട്ടമരുന്ന് കൊടുത്താലാണ് നമുക്ക് 10 രൂപ വില കിട്ടും. അതെ. ഈ കാണുന്ന കൂട് പണിതിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? ഇത് ഒരു 15 വർഷത്തോളമായി. 15 വർഷമായില്ലേ? 15 വർഷമായി. മറ്റേ ഈ കൂട്ടിലാണ് ആടിനെയൊക്കെ കയറ്റി. ഇവിടെ ഒരു ആടും എന്താ ഇപ്പുറത്ത് സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അതുവരെ കുറെ ആടിന് നിൽക്കാനുള്ള സൗകര്യങ്ങൾ. ഇതിനുള്ള കൂട്ടിനുള്ള ഡോറ്, ഇവിടുത്തെ കൂട്ടിനുള്ള ഡോറ് സാധാരണ രീതിയിലുള്ള കൂട്. സാധാരണ രീതിയിൽ നമുക്കിനിപ്പോ ഒരു കൂടും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരുമല്ലോ കൂട്. അപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ കൊണ്ടാണ്. എല്ലാ ആടുകളൊക്കെ പുറത്ത് വീട്ടിന്റെ ഓരത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്നോളൂ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വെറും 4 സെന്റിൽ വീടിനോട് ചേർന്ന് 70 ആടുകളെ വരെ വളർത്തുന്ന ഒരു ചേട്ടനെയും ചേച്ചിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സാധാരണക്കാരുടെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്കും എത്തിക്കാമെന്ന് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് പോയിന്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൈപ്പ് പോയിന്റ് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.